T3, T4, TSH. ഇത് മൂന്നുമാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട തൈറോയിഡ് ഹോർമോൺസ്. ഇത് സെല്ലുലാർ റെസ്പിറേഷനെ സഹായിക്കും, മെറ്റബോളിസത്തിന് സഹായിക്കും, ഹാർട്ട് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇങ്ങനത്തെ കുറേ ഉപകാരങ്ങളുണ്ട് ഇതിനെക്കൊണ്ട്. ഇവ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞു തരുന്നുണ്ടാവും. നമ്മുടെ വിഷയം അതല്ല, തൈറോയിഡിനുള്ള മെഡിസിൻസ്. അപ്പോൾ T3, T4 ഹോർമോൺസിൻ്റെ അളവ് ശരീരത്തിൽ ആവശ്യത്തിലും കുറയുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന മെഡിസിൻ തൈറോക്സിൻ സോഡിയം അല്ലെങ്കിൽ ലീവോതൈറോക്സിൻ സോഡിയം. നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബട്ടിൻ്റെ തൈറോനോം, GSKൻ്റെ എൽട്രോക്സിൻ, മാക്ലോഡ്സിൻ്റെ തൈറോക്സ്, ലൂപ്പിൻ്റെ തൈറോപ്പ്, പിന്നെ ലീവോതൈറോക്സ്, യൂതൈറോക്സ് ആൻഡ് ലിസ്കോസോം. ഇതൊരു റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന T3, T4 ഹോർമോൺസിൻ്റെ ഒരു സപ്ലിമെൻറ്റ് തന്നെയാണ് ഈ തൈറോക്സിൻ സോഡിയം എന്ന് പറയുന്നത്. 12.5 മുതൽ 200 മൈക്രോഗ്രാംസ് വരെ ഡോസിൽ ഈ മരുന്ന് അവൈലബിൾ ആണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയും ആയതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് ഒക്കെ കുറവാണ്. എന്നാലും നമ്മൾ ഓവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ല എങ്കിൽ ഓവർ ഡോസ് എടുത്തു കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് കാണിക്കും. അതായത് പനി, നെഞ്ചിനകത്ത് വേദന, ഹൃദയം ഇടിക്കുന്നത് കൂടുക, വെയിറ്റ് നന്നായിട്ട് കുറയുക, ഉറക്കം ഇല്ലാതാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇൻറ്ററാക്ഷൻസ്, ഒരുവിധം എല്ലാ ഫുഡ് പ്രോഡക്ട്സുമായിട്ടും അല്ലെങ്കിൽ എല്ലാ മെഡിസിൻസുമായിട്ടും ഇൻറ്ററാക്ഷൻ ഉള്ളൊരു മരുന്നാണ് തൈറോക്സിൻ സോഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് മറ്റു മരുന്നുകളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റു ഭക്ഷണത്തിൻ്റെ കൂടെയോ ഒന്നും ഒരിക്കലും കഴിക്കാൻ പാടില്ല. എപ്പോഴും തൈറോക്സിൻ സോഡിയം കഴിക്കുന്നത് വെറും വയറ്റിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസിൻ്റെ ഗുളികകൾ കഴിക്കുക അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കാൽഷ്യം, അയൺ ഗുളികകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിൻ്റെ കൂടെ തൈറോക്സിൻ മരുന്നുകൾ കഴിക്കരുത്. അത്തരം മരുന്നുകൾ രാവിലെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് കഴിക്കുന്നതിൻ്റെ ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും തൈറോക്സിൻ കഴിച്ചിട്ടുണ്ടാവണം. പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആളുകൾ, തൈറോക്സിൻ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ് ഹാർട്ട് പ്രോബ്ലംസ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ സീരിയസ് കിഡ്നി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ. ഇവർ 2 വിഭാഗക്കാരും തൈറോക്സിൻ കഴിക്കുമ്പോൾ നിങ്ങളുടെ തൈറോയിഡിൻ്റെ അളവൊക്കെ എപ്പോഴും നോർമലാണെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. അതായത് അണ്ടർ ട്രീറ്റ്മെൻറ്റ് ഇല്ല അല്ലെങ്കിൽ ഓവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. T3, T4 ഹോർമോൺസിൻ്റെ അളവ് ശരീരത്തിൽ ആവശ്യത്തിലും കൂടുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. ഇതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പൈൽ തയോറാസിൽ, കാർബിമാസോൾ, അയഡിനൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാർബിമാസോളാണ്. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോമെർക്കസോൾ, ആൻറ്റിതൈറോക്സ്, തൈറോയിഡിപ്പൊക്കെയാണ്. ഇത് 5 മുതൽ 20 മില്ലിഗ്രാം ഡോസിൽ വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സൈഡ് എഫക്ട്സ് ഒരു റിയാലിറ്റിയാണ്. സൈഡ് എഫക്ട്സ് എല്ലാ മരുന്നുകൾക്കുള്ളതാണ്. ഈ സൈഡ് എഫക്ട്സ് ഒന്നും എല്ലാവർക്കും വരാനും പോകുന്നില്ല. അപ്പോൾ സൈഡ് എഫക്ട്സ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കുക, ആവശ്യമില്ല ടെൻഷൻ അടിക്കുക, മരുന്ന് കഴിക്കാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു മരുന്ന് നിങ്ങൾ കഴിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം അതിൻ്റെ സൈഡ് എഫക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ കാർബിമാസോളിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ചെറുതായിട്ടൊക്കെ ജോയിൻറ്റിലൊക്കെ വേദന എടുക്കുക, അവിടെ ഇവിടെയൊക്കെ ചൊറിച്ചിലുണ്ടാവുക ശരീരത്തിൽ, അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടുന്ന പോലെ തോന്നുക, ശരീരം ക്ഷീണിക്കുക, ഇതൊക്കെയാണ് കാർബിമാസോളിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ്. ഇത് മരുന്ന് കഴിച്ചു കൊടുക്കുന്ന ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറിപ്പോകും. ഇതൊന്നും അല്ലാതെ കാർബിമാസോൾ കഴിക്കുമ്പോൾ വായക്കകത്തൊക്കെ അൾസർ വരിക, തൊണ്ടയ്ക്കകത്തൊക്കെ അൾസർ വരിക, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വരിക, ബ്ലീഡിങ് ഉണ്ടാവുക, അതുപോലെ തന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ കറുത്ത പാടുകൾ കാണുക, വയറൊക്കെ നന്നായിട്ട് വേദന എടുക്കുക, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുക. ഇങ്ങനത്തെ എഫക്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യം പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നല്ല നല്ല അറിവുകൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ.